ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. എന്നാൽ വിവാദത്തിന്റെ ആവശ്യമില്ലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 31 വർഷത്തിനിപ്പുറം ലീഡർ കെ കരുണാകരന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രിയായി മാറിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കൂടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഗുരുവായൂരിലെത്തിയത്. ക്ഷേത്രം തെക്കേനടയിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ കാർ ഇറങ്ങിയ സതീശൻ നേരെ ക്ഷേത്രനടയിലേക്ക് നടന്നു. ദർശനത്തിനായി കാത്തുനിന്നവർ മുഖ്യമന്ത്രിയെ തൊഴുകൈകളോടെ വരവേറ്റു. വധൂവരന്മാരെ ആശീർവദിച്ച് അവർക്കൊപ്പം ഫോട്ടോയെടുത്ത് മുഖ്യമന്ത്രി നേരെ ക്ഷേത്ര ദർശനത്തിനായി അകത്തേക്ക്. ധരിച്ചിരുന്ന ഷർട്ട് നടക്കൽ വെച്ച് തന്നെ അഴിച്ച് ഒപ്പമുള്ളയാളെ ഏൽപ്പിച്ചു. വേഷ്ടി പുതച്ച് അകത്തേക്ക് കടക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ കൂടെയുള്ളവരുടെ എണ്ണം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. ദർശനത്തിനായി മറ്റാരും തന്റെ കൂടെ വരേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി ഉടൻ തന്നെ പറഞ്ഞു. പൊതു അവധിയായതിനാൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനത്തിന് നിയന്ത്രണമുണ്ടായിരുന്നു. വി.ഡി. സതീശൻ വരുമ്പോഴെല്ലാം ദർശനത്തിന് അനുഗമിക്കാറുള്ള ദേവസ്വത്തിലെ മുൻ ജീവനക്കാരൻ ടി.കെ. ഗോപാലൻ 4500 രൂപ അടച്ച് 5 പേർക്ക് ക്യൂ നിൽക്കാതെ ദർശനത്തിനുള്ള നെയ്വിളക്ക് ടിക്കറ്റ് എടുത്തു വെച്ചിരുന്നു. ഈ സൗകര്യം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. മുഖ്യമന്ത്രിക്കൊപ്പം ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് 4 പേർ മാത്രം. അകത്ത് കടന്നപ്പോൾ ശീവേലി സമയമായിരുന്നു. ആനപ്പുറത്ത് 3 പ്രദക്ഷിണം പൂർത്തിയാകുന്നതുവരെ അദ്ദേഹം തൊഴുതു നിന്നു. ശീവേലി കഴിഞ്ഞ് കണ്ണന്റെ തങ്കത്തിടമ്പ് അകത്ത് പ്രവേശിക്കുന്നത് അടുത്തുനിന്ന് തൊഴുതു. ശീവേലിക്കൊപ്പം അകത്തു കടന്ന് ദർശനം നടത്തി. കദളിക്കുലയും നെയ്യും നടക്കൽ സമർപ്പിച്ചു. മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി പ്രസാദം നൽകി. നാലമ്പലത്തിൽ നിന്ന് പുറത്തു കടന്നതോടെ ജനം മുഖ്യമന്ത്രിക്ക് ചുറ്റും കൂടി. എല്ലാവരോടും കുശലം പറഞ്ഞും ചിരിച്ചും മുന്നോട്ട് നീങ്ങി. അയ്യപ്പനെയും ഭഗവതിയെയും തൊഴുത് പ്രദക്ഷിണം വെക്കുമ്പോൾ തിടപ്പള്ളിയിൽ നിന്ന് നേദിക്കാനുള്ള പാൽപായസം ശ്രീലകത്തേക്ക് കൊണ്ടുപോകാനായി പ്രദക്ഷിണ വഴിയിൽ ഭക്തരെ തടഞ്ഞ സമയമായിരുന്നു. മുഖ്യമന്ത്രിക്ക് പോകാനായി വഴിയൊരുക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ അദ്ദേഹം തടഞ്ഞു. പാൽപായസം കൊണ്ടുപോയി കഴിയുന്നതുവരെ ഭക്തർക്കൊപ്പം കാത്തുനിന്നു. തുടർന്ന് വെണ്ണ കൊണ്ടും മണിക്കിണറിലെ തീർത്ഥം കൊണ്ടും തുലാഭാരം നടത്തി. 71 കിലോഗ്രാം വെണ്ണ വേണ്ടി വന്നു. ഇതിന്റെ തുക 32,050 രൂപ ദേവസ്വത്തിൽ അടച്ചു. മണിക്കിണറിലെ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരത്തിന് 200 രൂപയായിരുന്നു ചിലവ്. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയെ കണ്ട് ജനം ആരവം മുഴക്കി. ക്യൂ നിന്നവർ കമ്പിവേലി ചാടിക്കടന്ന് അദ്ദേഹത്തിന് സമീപത്തേക്ക് ഓടിയെടുത്തു. ഒപ്പം നിൽക്കാനും വിശേഷം പറയാനും ഫോട്ടോ എടുക്കാനും തിരക്കായി. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരമുടച്ച് അദ്ദേഹം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തി. ദേവസ്വം ചെയർമാൻ എ.പി. ഗോപിനാഥ് സ്വീകരിച്ചു.